രാജാക്കന്മാർ 3:15 സങ്കീർത്തനം 126:1-6 വചനങ്ങളെ ലിങ്ക് ചെയ്താണ് കർത്താവ് ഇപ്പോൾ നമുക്ക് സന്ദേശം നൽകേണ്ടത്. ഇതൊരിടത്തും ലിങ്ക് ചെയ്തല്ല, ഞാൻ ഇപ്പം ലിങ്ക് ചെയ്തതാണ്. കർത്താവ് എനിക്ക് തന്ന ഒരു അരുവി കൊണ്ട് ലിങ്ക് ചെയ്തതാണ്. ഇവിടെ എന്താ പ്രശ്നം? കാറ്റില്ല, മഴയില്ല, പക്ഷെ അരുവിത്തടങ്ങളൊക്കെ വെള്ളം കൊണ്ട് നിറയുന്നു. ഈ അനുഭവം ഏതാണ്? കാറ്റും മഴയും ഇല്ലാതിരിക്കുന്നൊരു കാലത്ത് നെഗേബിൽ വെള്ളം ഒഴുകി വരുന്നത് കാണും. കാറ്റ് ഇന്നലെ പെയ്തതാണ്. ഇന്നലെ പെയ്ത കാറ്റ് നെഗേവ് പർവ്വതത്തിൽ കഴിഞ്ഞ മാസമൊക്കെ പെയ്ത മഴ വെള്ളം ഇവിടെ എത്തിച്ചേരുന്ന സമയമുണ്ട്. അപ്പോൾ ഇവിടെ അവരെത്തിച്ചേരുന്ന സമയത്ത് കാറ്റില്ല, മഴയില്ല, പക്ഷെ അരുവിത്തടം വെള്ളം കൊണ്ട് നിറയുന്നു. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇന്നല്ലെങ്കിൽ നാളെ ഈ അരുവിത്തടത്തിൽ കർത്താവ് വെള്ളം കൊണ്ടുവരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് കർഷകൻ്റെ. അതുകൊണ്ട് നേരത്തെ മുൻകൂർ കൊണ്ടുവന്ന് അവരെ ഇവിടെ വിത്ത് പാകിയിട്ടേക്ക് ഭൂമിയുടെ അടിയിൽ. അതാണ് കരഞ്ഞുകൊണ്ടാണ് പാകണത്. അത് പറയുന്നുണ്ട്. അതായത് ദേ ആർ ക്രൈയിങ്, ദേ ആർ ക്യാരിങ് ദ ഷിപ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് ബൈബിൾ പറയുക. എന്ന് വെച്ചാൽ അവർ വിതക്കാൻ വരുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വിതക്കണത്, അല്ലേ? അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ അവിടെ, ഇല്ലേ? ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ. കാര്യം കാറ്റുമില്ല, മഴയുമില്ല, വരണ്ട സ്ഥലത്താണ് വിതക്കണത്. പക്ഷേ വിലാപത്തോടെയാണ്, കണ്ണീരിലാണ് വിതക്കണത്. അരുവിത്തടങ്ങളിലെ വെള്ളത്തിൽ, മഴവെള്ളത്തിലല്ല, കണ്ണീരിലാണ് വിതക്കണത്. എൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിൻ്റെ സങ്കടങ്ങളെ നീ കണ്ണീരിലാണ് വിതച്ചിരിക്കണത്. ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗേവിലെ നീർച്ചായകളെ പുനഃസ്ഥാപിച്ച ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ഈ വരണ്ട ഭൂമികളെ എല്ലാം ദൈവം നനച്ചുകൊണ്ട് അവൻ നിന്നെ ദേ ആർ ഗോയിങ് ക്യാരിങ് ദ ഷേപ്പ്, അവരെ വിത്തം കൊണ്ട് ജയഘോഷത്തോടെ സന്തോഷാരവങ്ങളോടെ അവർ കൊയ്ത കഥയുമായി തിരിച്ചു പോകുന്നുവെന്ന്. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കരിങ്കരങ്ങളുമായി തിരിച്ചു പോകുന്ന ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ദൈവവേദന. അതുകൊണ്ടാണ് ദൈവം നിന്നെ കണ്ണീര് വിതക്കാൻ വേണ്ടി, ഉടമ്പടി എടുക്കാൻ വേണ്ടി ദൈവം നിന്നെ അനുവദിച്ചത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സങ്കീർത്തനത്തോടും 2 രാജാക്കന്മാർ 3:15 ചേർത്ത അനുഭവം ഉള്ള ഒരു സാക്ഷ്യം ഈ ദിവസങ്ങളിൽ പറഞ്ഞത് ജെ തോമസ് എന്ന് പറഞ്ഞ ഒരു CA-കാരനാണ്. CA ലാസ്റ്റ് ഇയർ. പക്ഷേ CA ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ പ്രശ്നം ചാർട്ടേഡ് അക്കൗണ്ടാണ്. അപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് നമ്മുടെ ഉടമ്പടിയിലുണ്ട്, അത് ഞങ്ങൾ അപ്പീൽ ചെയ്തിട്ടുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സാക്ഷ്യം ഇങ്ങേര് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്, പക്ഷേ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ കാണുന്ന കാരണം ഇപ്പോൾ അവിടെ 4 പ്രാവശ്യം പരീക്ഷയ്ക്ക്, ലാസ്റ്റ് പരീക്ഷയ്ക്ക് 4 പ്രാവശ്യം തോറ്റു. അപ്പോൾ ഇനി 1 പ്രാവശ്യം കൂടി തോറ്റാൽ പുള്ളി ഔട്ടാവും. പിന്നെ പുള്ളി വേറെ ചുമട്ടുപണിക്ക് പോകാനേ പറ്റത്തുള്ളൂ. കാരണം CA പരീക്ഷയുടെ രീതി അതാണ്. CAക്ക് അതിൻ്റെ ലാസ്റ്റിൽ 5 പ്രാവശ്യം കൊടുക്കും ചാൻസ്. 5 പ്രാവശ്യം, 5ാമത്തെ പ്രാവശ്യം തോക്കുകയാണെങ്കിൽ പിന്നെ ആ പ്രൊഫഷൻ ഒക്കെ ചെയ്യാൻ പറ്റത്തില്ല. അത്തരം ഗതികേടാണ്. അപ്പോൾ ഇവൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം തോറ്റപ്പോൾ തന്നെ ഇവൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ പോയി അച്ഛനെ കാണ്, ഉടമ്പെടുക്കുക. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്കിതിലൊക്കെ ഒന്നും വിശ്വാസമില്ലെന്ന്. അതെന്താ കാര്യം? വിശ്വാസം ഇല്ലാത്തതിൻ്റെ കാരണം പുള്ളി പറയുന്നുണ്ട്, ഞാൻ നല്ല എല്ലാ റാങ്ക് കിട്ടി വന്ന ആളാണ്, ഞാൻ എല്ലാ പഠനങ്ങളിലും വിജയിച്ച് വന്ന് എനിക്ക് നല്ല കോൺഫിഡൻസാണ്. അപ്പോൾ അതിൻ്റെ പേര് ഇങ്ങനെ അച്ഛന്മാരൊക്കെ പോയി കാണുന്നതിൻ്റെ അകത്ത് എന്താ അർത്ഥം എനിക്കറിയത്തില്ല. അതൊക്കെ അയാളെ ബുദ്ധിപരമായിട്ട് അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ പഠിച്ചു, ഞാൻ ജീവിച്ചു, ഇത്രയും നാൾ ഒരു അച്ഛനും കണ്ടില്ലല്ലോ. അതാണ് എല്ലാവരുടെ മനസ്സിലുണ്ടാവും. അതുപോലെ ഉണ്ടായ അമ്മ പറയുന്നുണ്ടെങ്കിൽ പോയി കാണേ, അയാൾക്ക് തോന്നിയില്ല. പക്ഷേ ഇയാൾ 4ാം പ്രാവശ്യം തോറ്റു. ഇനി ഒരു ചാൻസേ ഉള്ളൂ. ഇനി തോറ്റു കഴിഞ്ഞാൽ ഈ പ്രൊഫഷൻ പോകും. പ്രൊഫഷൻ പോയാൽ ഇത് വയസ്സ് ഇത്രമായില്ലേ, 5 എത്ര റൗണ്ട് കഴിഞ്ഞാലാണ് ഈ സ്റ്റേജിലേക്ക് വരണത്. പിന്നെ കല്യാണം താമസിക്കും, വീട് താമസിക്കും, അനിയന്മാരൊക്കെ കയറി പോവും, വീട്ടിൽ പ്രശ്നമാകും. പിന്നെ നിങ്ങളെ പരീക്ഷയ്ക്ക് ജയിച്ചു തോരുന്നല്ലേ, ആ അലൈൻമെൻറ്റ് പോകും, ആ കുടുംബത്തിൻ്റെ അലൈൻമെൻറ്റ് പോകും. താഴെയുള്ള ആൾക്കാരൊക്കെ പഠിക്കണം, അവർക്ക് കയറി വരണം. ഈ മനുഷ്യൻ ജയിക്കണമില്ല, ഒരിടത്തും ആകണമില്ല,
കല്യാണം വെക്കണില്ല, അങ്ങേരോട് മാറിയിട്ട് വേണ്ട മക്കളുടെ കാര്യം ചെയ്യാൻ. ഈ സംസാരം കൊണ്ട് തന്നെ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ കുടുംബത്തിൽ എന്ത് ചെയ്യും, എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള ആങ്ക്വിഷായിട്ടുള്ള ടോക്കായിരിക്കും ചില കുടുംബങ്ങളിൽ. അതാണ് ഏറ്റവും വലിയ ചൂടെന്ന് പറയണത്. നമ്മുടെ മരുഭൂമി എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞത്. എപ്പോഴും സംസാരിക്കണത് ദൈവത്തെക്കുറിച്ച് അതിനേക്കാൾ ഉപരി ഇപ്പോൾ ചെന്ന് അക്കടി ചെന്ന് പെട്ടല്ലോ, ഈ രക്ഷപ്പെട്ട് ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ളതിനെ കുറിച്ച് അത് തന്നെയും പിന്നെയും പറഞ്ഞ് തമ്മിൽ വഴക്കിട്ടുകൊണ്ടിരിക്കും. അതാണ് നെഗേബിലെ നീർച്ചാലുകളുടെ അവസ്ഥയ്ക്ക് മുമ്പ് വരേണ്ട നിലത്തിൻ്റെ ഒരു അവസ്ഥ. അതാണ് പല കുടുംബങ്ങളിലും സ്വന്തം വിഷയങ്ങളിൽ വന്ന പല പാളിച്ചകളും പരാജയങ്ങളും പറഞ്ഞ് പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. അതൊന്ന് വിട്ടുമാറാൻ വേണ്ടി കർത്താവിന് ഇടപെടാൻ വേണ്ടി നെഗേബിലെ നീർച്ചാലുകൾ പോലെ ഐശ്വര്യം സ്ഥാപിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. അപ്പോൾ ഈ ജെ തോമസ് എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടുകാരൻ ഇനി ഒരു ചാൻസേ ഉള്ളൂ, ലാസ്റ്റ് ചാൻസാണ്. ഒന്നുകിൽ ജീവിക്കും അല്ലെങ്കിൽ മരിക്കും. അതാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഈ ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ ഇടയ്ക്ക് പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബോധം വന്ന്, കാര്യം ഇനി എൻ്റെ കഴിവ് ഇത്രയും നാൾ ഞാൻ പ്രയോഗിച്ചു, ഞാൻ പരാജയപ്പെട്ടു, ഇനി ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണത് എന്താണ്? ഇന്നത്തെ കാലത്ത് ഉടമ്പടിയാണ്. അത് നമ്മുടെ സാക്ഷികളെ കേൾക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അതല്ലേ ആൾക്കാർ എപ്പോഴും ഇങ്ങനെ ഇടിച്ചു കുത്തി ഇങ്ങനെ നിൽക്കുകയില്ലേ, രാവിലെ 5 മണി തൊട്ട് വൈകുന്നേരം ഉടമ്പടി തീരണ വരെ. എന്തുകൊണ്ടാണ് അണമറിയാതെ കൃപാസനത്തിൽ ആൾക്കാർ നിൽക്കുന്നത്? ഇന്ന് നമ്മുടെ മുമ്പിൽ ദൈവം തുറന്നു തന്നിരിക്കുന്ന സുനിശ്ചിതമായ, അതായത് മനുഷ്യനാണോ നീയെങ്കിലേ, അതിൽ ജാതി മതം ഒന്നുമില്ല, വേദനയും മനുഷ്യനും മാത്രമാണ് ഉടമ്പടി കൈകാര്യം ചെയ്യണത്. ആരെയും മാറ്റി നിർത്തണില്ല. നിനക്ക് വേദന ഉണ്ടോ, ദൈവതിരുസന്നിധി നിനക്ക് ആശ്വാസത്തിന് നീ അവകാശിയാണ്. കൈയിടിച്ച് ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി എന്ന പ്രാർത്ഥന തന്നതിന് നന്ദി പറയുന്നു. അപ്പോഴേ 5ാമത്തെ പ്രാവശ്യം വന്ന പുള്ളിക്കാരൻ പരീക്ഷയ്ക്ക് മുമ്പ് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് അത് വെടിപ്പായിട്ട് എടുക്കും. ദൈവത്തെ പരീക്ഷിക്കാതെ നിൽക്കണില്ല പറയണത്. എനിക്ക് കണ്ടവൻ്റെ കക്കൂസ കഴുകണൊക്കെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് പുള്ളി പറയുന്നുണ്ട് ഇതിനകത്ത്. എനിക്ക് കണ്ടവൻ്റെ കക്കൂസ കഴുകണൊക്കെ ബുദ്ധിമുട്ടുള്ള പരിപാടി, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. പക്ഷെ ഞാനിപ്പോഴേ ഇതുപോലെയുള്ള അനാഥാരങ്ങൾ തിരക്കി നടക്കുകയാണ് ഇതൊക്കെ കഴുകാൻ വേണ്ടി. ഈ മനുഷ്യന്മാർ മാറുന്ന മാറ്റമേ വല്ലാത്ത മാറ്റമാണ്. അത് സിമ്പിളായിട്ട് അദ്ദേഹം ചെയ്യുകയാണ് ദൈവത്തിന് വേണ്ടി. കാര്യം എന്താണ്? അതെല്ലാം ഓരോ പ്രാവശ്യം കഴുകുമ്പോൾ ആ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? ദൈവമേ, നീ അല്ലാതെ എനിക്കിനി ജീവിതത്തിൽ ആരുമില്ല. ഞാനത് ചുമ്മാ പറയണതല്ല, ഞാൻ എന്നെ തന്നെ താഴ്ത്തി തരിപ്പണമാക്കി നിൻ്റെ മുമ്പിൽ എളിമപ്പെട്ടുകൊണ്ട് നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വീതി ഒരുക്കിക്കൊണ്ട് ഈ മനുഷ്യൻ സുവിശേഷം ജീവിക്കുകയാണ്. കർത്താവ് അമ്മ എന്താ പറഞ്ഞത്? കർത്താവ് വലിയ കാര്യങ്ങൾ, ഇപ്പം സങ്കീർത്തനത്തിൽ 126:2 വായിച്ചില്ലേ? എന്താണ്? വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് അമ്മ എന്താ പറയണത്? ലൂക്ക 1:49 കർത്താവ് എനിക്ക് വേണ്ടി പറഞ്ഞേ, എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എങ്ങനെ ചെയ്യണത്? അവിടുന്ന് തന്റെ ദാസിയുടെ വിനീത അവസ്ഥ തെക്കൻ പാർത്തു. ഇതാണ് ഈ ഫോർമാറ്റ് ചെയ്യിക്കെന്ന് പറയുന്നത്. വലിയ കാര്യങ്ങൾ ചെയ്യിക്കണമെങ്കിൽ എന്ത് പറ്റണം? നമ്മൾ ഈ കൊമ്പൊക്കെ ഒടിച്ച് കളയണം. ഞാൻ ആരോ വലിയ പ്രധാന പുള്ളിയാണ്, സ്ഥലത്തെ പ്രധാന ദിവ്യനാണ്, തറവാടിയാണ്, ഞാൻ ഭയങ്കര വിദ്യാഭ്യാസ വിചക്ഷണനാണ്, സയൻറ്റിസ്റ്റാണ്, മണ്ണാങ്കട്ടയാണ്, തേങ്ങാക്കോലയാണ്, ഒരു കഥയുമില്ല. നീ (0 തിരിച്ചു വരണം. ഈ ക്രോസ് ആൻഡ് ഗ്രേസിൻ്റെ ഫോർമുല അങ്ങനെയാണ്. പ്രകൃത്യ ദൈവമായിരിക്കവേ അവൻ ദൈവത്തോടുള്ള സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളം കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം വലിയ കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്തു. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവകൃപ കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ എളിമപ്പെടുത്തണമായിരിക്കട്ടെ. അതായത് ബൈബിളിലെ നമുക്കറിയാം, ഈ ഉടമ്പടി അതിൻ്റെ ഡിമാൻഡ്സ്, അത് ആവശ്യപ്പെടുന്ന അതിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ സത്യസന്ധമായിട്ട്, ഇപ്പോൾ ഈ മനുഷ്യൻ കണ്ട
ആ മനുഷ്യൻ അത് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ കോൺഫിഡൻസായി. എന്താണ്? എനിക്ക് കഴിവില്ല, ഞാനത് ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 4 പ്രാവശ്യം തോറ്റ് പരാജയപ്പെട്ടില്ലേ. അപ്പോൾ ഇനി ദൈവമാണ് ഇടപെട്ടിട്ട് എന്നെ ജയിപ്പിക്കേണ്ടത്. അത് ഞാൻ ദൈവത്തോട് നേരിട്ട് പറഞ്ഞു, ഇനി ഞാൻ ജയിക്കുകയാണെങ്കിൽ ഫുൾ പെർസെൻ്റ് അത് നീ മാത്രമായിരിക്കും അതിൻ്റെ ഉടമയും അവകാശിയും. അപ്പോൾ ഒറ്റ എഴുത്ത് ആ മനുഷ്യൻ ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതുകണ്ട, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടിയുടെ ഫോർമാറ്റ് കറക്റ്റ് ചെയ്തേ. അതായത് ബൈബിൾ പറയുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. എന്താണ്? ഹി കനോട്ട് ഡിസോൺ ഹിംസെൽഫ്. നമ്മൾ ബൈബിൾ ഇന്നത്തെ ബ്രീവറിയിലുള്ളതാണ്. അച്ഛന്മാരുടെ ഒരു പ്രാർത്ഥനാ പുസ്തകമുണ്ട്. അപ്പോൾ രാത്രി ഞാൻ വായിച്ചപ്പോൾ വെളുപ്പിനെയാണ് ഞാൻ ബ്രീവറി വായിക്കണം. അപ്പോൾ അതിൻ്റെ അകത്തുള്ളതാണ് 2 തിമോത്തി 2:13. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അപ്പോൾ ദൈവം എപ്പോഴായാലും വിശ്വസ്തനായിരിക്കും. പറ. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഹി കനോട്ട് ഡിസോൺ ഹിംസെൽഫ്. അതാണ് ഇതിൻ്റെ വിജയം. ഉടമ്പടിയുടെ ഒരു ഏറ്റവും വലിയ നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അതാണ്. നമ്മുടെ പ്രത്യാശ എന്താണ്? ഹി കനോട്ട് ഡിസോൺ ഹിംസെൽഫ്. അവനെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ദൈവം സത്യമാണല്ലോ. അപ്പോൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് ഐ വിൽ കം വിത്ത് യു, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ തന്നെ വഞ്ചിക്കാൻ പറ്റത്തില്ല. ദൈവം വരും. പക്ഷെ നമ്മൾക്കത് മനസ്സിലാകണം. അതാണ് വിഷയം. അതാണ് 2 തിമോത്തി 2:13 പറയണത്. ഹി കനോട്ട് ഡിസോൺ ഹിംസെൽഫ്. അവനെ തന്നെ നിഷേധിക്കാൻ സാധ്യമല്ല. അവൻ്റെ വാക്കിന് ആ വാക്ക് അവൻ നിവൃത്തിയാക്കും. അപ്പം അതുകൊണ്ട് അത് ആ ലെവലിലേക്ക് ഈ ജെ തോമസ് എന്ന് പറയുന്ന സിയക്കാരൻ വരികയാണ്. എന്താണ്? ദൈവത്തിൻ്റെ വാക്ക് പാലിക്കും. അപ്പം ഞാനെന്ത് ചെയ്യണം? ഞാൻ ദൈവത്തിൻ്റെ വാക്ക് പാലിക്കണം. ഇറ്റ്സ് വെരി സിമ്പിൾ. ദൈവത്തിൻ്റെ വാക്ക് പാലിക്കും. പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ വാക്ക് പാലിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ സഹോദരനെ പോലെ ഉടമ്പടി വിഹിതമായി ഞാൻ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ സുവിശേഷ വിധികളും പ്രേക്ഷിത ദൗത്യങ്ങളും കടുത്ത ദൈവസ്നേഹത്തോടെ നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിന്നെ ഈ ആഴ്ചത്തെ ടോപ്പ് സാക്ഷ്യങ്ങളിലൊന്ന് ഓൺലൈൻ ഉടമ്പടിയിലാണ്. നിങ്ങൾക്ക് ഈ ഓൺലൈൻ ഉടമ്പടി അത് തുടങ്ങിയ കാലത്ത് ആൾക്കാർ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു വിധ ഇപ്പോഴാണ് അതിൻ്റെ കൊയ്ത്ത് കാലം തോന്നും. കാര്യം ഓൺലൈൻ ഉടമ്പടി ഒത്തിരിയേറെ എ കാറ്റഗറിയിലുള്ള സാക്ഷ്യങ്ങൾ ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാവരും വിദേശത്തുള്ള മലയാളികളാണ് പറയണത്. കാര്യം അവർക്കെന്താ, നമ്മളിവിടെ വന്ന് കഷ്ടപ്പെട്ട് ഉടമ്പടി എടുക്കുന്ന പോലെയുള്ള ബലങ്ങൾ ദൈവം അവർക്ക് കൊടുക്കാൻ തുടങ്ങി. എന്താ കാര്യം? അവർക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ. അവരെ വിദേശത്തുള്ള ആൾക്കാർ സാക്ഷ്യങ്ങൾ കേട്ടിട്ടില്ലേ? ഞങ്ങൾക്ക് പള്ളിയില്ല, ഞങ്ങൾക്ക് കുർബാനയില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഇത്തിരി തേനും ഇത്തിരി ഉപ്പും അതൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ ഹൃദയം തകർന്നു പോകുന്നത് കേട്ട് കഴിഞ്ഞാൽ. അത് കറക്റ്റ് കാര്യങ്ങളാണ് അവർ പറയണത്. അപ്പോൾ ഈ ടീന എന്ന് പറഞ്ഞ സഹോദരി ന്യൂസിലൻഡിലേക്ക് പോവുകയാണ്. ഇവർ ഇവർ മെഡിക്കൽ ഫീൽഡിലെ ആളാണ്. ഈ ആഴ്ചത്തെ സാക്ഷ്യമാണ്. നിങ്ങൾ കേട്ടിട്ട് ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. നിങ്ങൾ നോക്കണം കേട്ടോ. സാക്ഷ്യം കേൾക്കുമ്പോൾ അഭിഷേകം ഉണ്ടാവും. അപ്പോൾ അവർ ടീന പോണത് ഹസ്ബൻഡിന് അവിടെയാണ് ജോലി. പക്ഷേ ഒരാളുടെ ജോലി കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. 2 കുഞ്ഞുങ്ങളുണ്ട്. ടീനയ്ക്ക് കൂടി അവിടെ ജോലി കിട്ടണം. പക്ഷേ ഇവർക്ക് പഠിച്ച ജോലി അവിടെ കിട്ടാൻ സാധ്യതയില്ല. കാര്യം ഹാർട്ട് ഓപ്പറേഷനാണ് പഠിച്ചിരിക്കേണ്ടത്. ഹാർട്ട് ഓപ്പറേഷനിൽ നേഴ്സിംഗ് അതിൻ്റെ സൈഡ് ഫ്ലൂയിഡ് ഉണ്ടാകണത് അവിടെ നിന്ന് ഒഴുക്കിക്കളയുന്ന പരിപാടിയാണ്. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികൾക്ക് ഹാർട്ടിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കും. അത് ചാനൽ ഔട്ട് ചെയ്ത് കളയണ ജോലിയാണ് ഇങ്ങനെ. അത് ആ ജോലിക്ക് അവിടെ സ്കോപ്പില്ല. അപ്പോൾ അവളെ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവൾ ചെന്ന് അവിടെ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യണത് എന്താണ്? ഫുഡ് ടെക്നോളജി പഠിക്കാൻ വേണ്ടിയാണ് അവിടെ ചെല്ലണത്. ഫുഡ് ടെക്നോളജിക്ക് ഇവർക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. 2 കുഞ്ഞുങ്ങളെ വളർത്തണം, ഭർത്താവുണ്ട്, അവർക്ക് ജോലിയില്ല, അവൾ വിഷമിക്കും. അപ്പോൾ അപ്പോഴാണ് ഇവിടുന്ന് പോകുമ്പോൾ ഇവളുടെ ആൻറ്റി ഒരു കാര്യം ചെയ്യും. എന്താ ചെയ്യണത്? ആൻറ്റി 4 കൃപാസനം പത്രം കൊടുത്ത് വിടും. എന്നിട്ട് ആൻറ്റി പറയണൊരു വാക്കുണ്ട്.
ഇത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. നിങ്ങളൊന്ന് കൈവിട്ട് പോണവരോട് അവർ നമ്മുടെ കൺമറഞ്ഞ് പോകേണ്ട അവർ, പിന്നെ നമ്മളവർ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റണില്ല. അപ്പം നമ്മളെന്താ പറയണത്? അമ്മ കൂടെ പോകണമേ, ഞങ്ങൾക്ക് ഇനി അവരെ സ്കൈപ്പിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വല്ലതൊക്കെ പൊട്ടത്തരം വിളിച്ച് പറയാവുന്നല്ലാതെ ഒന്നും പ്രയോജനമില്ല. അവർ ജീവിക്കണമെങ്കിലും നിലനിൽക്കണമെങ്കിലും അതിജീവിക്കണമെങ്കിലും അമ്മ തന്നെ പോകണം. അതിനെ ഇവിടെ ഇരിക്കുന്ന പത്രം കൊടുക്കുക, അത് വിശ്വാസമാണ്. കാര്യം എന്താണ്? ഈ കൃപാസനത്തിൽ ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടന്നത് എന്താ കാര്യം? ജനങ്ങൾ പത്രം പ്രാർത്ഥനാപൂർവ്വം വായിച്ചിട്ട് അത് പ്രേക്ഷിത പ്രവർത്തനം ഷെയർ ചെയ്യും. അങ്ങനെ സത്യസന്ധമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആൻറ്റി പറയും, ഇത് 4 പത്രമാണ്, ഇത് ഞാൻ നിനക്ക് തരണത്, അമ്മ നിൻ്റെ കൂടെ വരുമെന്ന് പറയും. പക്ഷെ അവളെന്ത് ചെയ്യുക? കൊടുത്ത ആൾ കറക്റ്റായിരുന്നു. ടീന അതുപോലെ തന്നെ വിശ്വസിക്കും. ടീന അവിടെ ചെന്നിട്ട് സംഭവം ഈ ഫുഡ് ടെക്നോളജിയിലെ അവരുടെ പാർട്ടി വിഷയം എടുത്ത് പഠിക്കും. അയാൾക്ക് അഡ്മിഷൻ കിട്ടാൻ പാടായിരുന്നെങ്കിലും അവർ പ്രാർത്ഥിച്ചും നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷേ ആദ്യമൊക്കെ അവൾ ബേസിക്കായിട്ട് കുമ്പസാരം കുർബാനയും ജപമാല പ്രാർത്ഥനയൊക്കെ ഉള്ള കക്ഷിയാണ്. പക്ഷേ ഇപ്പോഴൊരു വിഷയം വന്നപ്പോഴാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് നമുക്ക് കൈ കിട്ടണത് എന്താണ്? പ്രത്യക്ഷ പ്രാർത്ഥനയല്ലേ കിട്ടത്തുള്ളൂ. പക്ഷേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്രയോ പേര് അപ്ലോഡ് ചെയ്തെടുക്കുന്നതാണ്. പക്ഷേ ഇവൾക്ക് പ്രത്യക്ഷ പ്രാർത്ഥന ഇവളുടെ കയ്യിൽ പ്രിൻ്റ് ഔട്ട് കിട്ടിയപ്പോൾ തന്നെ അനോയിൻറ്റിങ് ആയി. ഇതിനകത്ത് വരുന്ന വിഷയം അതാണ്. ഒക്കെ ഫീൽ ചെയ്ത് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അമ്മയുടെ സാന്നിധ്യം ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന വായിക്കുന്ന സമയത്ത്, രാത്രി വായിക്കുമ്പോൾ സമയത്തൊക്കെ മുഴുവൻ അഭിഷേകമാകും. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെല്ലാം എങ്ങനെ ഇവിടെ വന്നതാ? പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ആദ്യം അമ്മ തന്നത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ആദ്യം അമ്മ തന്നത് ഉടമ്പടിക്ക് മുമ്പ്, 6 മാസം മുമ്പ്. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ തെളിവായിട്ടാണ് ഉടമ്പടി തന്നിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയുടെ അന്തസത്ത എന്ന് പറയുന്നത് ഉടമ്പടിയല്ല, അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമാണ്. നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം വീണ്ടും നടന്നുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവമായി മാറ്റിക്കൊണ്ട് നിങ്ങൾ സുവിശേഷത്തിന് ഈ കാര്യങ്ങൾ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും ആയിക്കൊണ്ട് സാക്ഷ്യം വഹിക്കേണ്ട. ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഓൺലൈൻ ഉടമ്പടി ഡൗൺലോഡ് ചെയ്തപ്പോൾ തന്നെ ആളിന് അഭിഷേകമായി. പക്ഷേ ഒരു പ്രശ്നം, അവൾക്ക് തിരി കത്തിച്ചിക്കണമെന്നൊരു ആഗ്രഹം. പക്ഷേ തിരി പച്ചത്തിരി നീലത്തിരി കിട്ടത്തില്ലല്ലോ. അപ്പോൾ അവിടെ കിട്ടിയിരുന്നത് ഒരു സ്വർണ്ണ പെയിൻ്റ് അടിച്ച വെള്ളത്തിരിയാണ്. വെള്ളത്തിരിയുണ്ട്, അതുമേ സ്വർണ്ണ പെയിൻ്റ് അടിച്ച തിരിയാണ്. അലങ്കാര തിരിയൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടത്തില്ല, അതുപോലെ ഒരു തിരിയാണ് അവൾക്ക് കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് നീലത്തിരി കത്തിക്കണമെന്നാൽ മറ്റേ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത്. അത് പക്ഷേ അതിന് ബാധകമല്ല. ഓൺലൈൻ ഉടമ്പടിയിൽ കിട്ടുന്നവർക്ക് നീലത്തിരി കിട്ടത്തില്ല. നമുക്കല്ലേ ഇപ്പോൾ തീർത്ഥാടന ഉടമ്പടിക്കല്ലേ നീലത്തിരി കിട്ടത്തുള്ളൂ. പക്ഷേ അമ്മ ഇത് നീലത്തിരി അല്ലല്ല എന്ന് പറഞ്ഞ് ഇവൾ സങ്കടപ്പെടും. ഉടനെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഈ വെള്ളത്തിരി അങ്ങ് നീലത്തിരിയായിട്ട് മാറും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.